ഒരു പിതാവിന് സ്വന്തം സന്തതികൾ എപ്പോഴും അഭിമാനമാണ്, സ്വകാര്യ അഹങ്കാരമാണ്. എന്നാൽ സന്തതിയെ സംബന്ധിച്ച് സ്വന്തം പിതാവ് അവന്റെ ആദർശവും പ്രേരണയുമാണ്. ഒന്നും പറയാതെ തന്നെ പിതാവ് തന്റെ സന്തതിയുടെ ഓരോ ആഗ്രഹവും മനസ്സിലാക്കുന്നു, പിന്നീട് അത് പൂർത്തിയാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മറുപക്ഷത്ത് സന്തതികൾ തന്റെ മാതാപിതാക്കൾക്ക് അഭിമാനിക്കാൻ അവസരം നൽകണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ ഈ ബന്ധം ഒരു പ്രത്യേക സമയമാകുമ്പോൾ നഷ്ടമാകുന്നു. അപ്പോൾ സന്തതികൾ സ്വന്തം താല്പര്യപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കും. എന്തുകൊണ്ട്? കാരണം സംവാദത്തിന്റെ കുറവാണ്. സന്തതികളുടെ വിവാഹകാര്യം വരുമ്പോൾ മാതാപിതാക്കൾ സന്തതികളോട് എന്തിന് ചോദിക്കണമെന്ന് ചിന്തിക്കും. അവർ സന്തതികൾക്ക് അനുചിതമായി ഒന്നും ആഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ സന്തതികൾ കരുതും അവരുടെ ഭാവി തീരുമാനിക്കുന്നത് അവരുടെ അധികാരമാണെന്ന്. രണ്ടു കൂട്ടരും പരസ്പരം വിഷമിച്ചിരിക്കും, പക്ഷെ അതിനെക്കുറിച്ച് ആരും സംസാരിക്കില്ല. എന്നാൽ മാതാപിതാക്കൾ ചെയ്യേണ്ടത് അതേ സ്നേഹത്തോടെ തന്നെ സന്തതികളുടെ ആഗ്രഹം മനസ്സിലാക്കണം. സന്തതികളും അതേ തിരിച്ചറിവോടുകൂടി തന്നെ മാതാപിതാക്കളെ പൂർണ്ണമായും വിശ്വസിക്കണം. ഒരു തവണ മനസ്സ് തുറന്ന് സംസാരിച്ചു നോക്കൂ. വർത്തമാനവും ഭാവിയുമെല്ലാം നേർദിശയിൽ വരും. അപ്പോൾ മനസ്സ് സന്തോഷത്തോടെ പറയും, രാധേ രാധേ.